ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആൻ്റണിയാണ് കേട്ടോ. ആൻ്റണി രേവതി തല്ലിയത് കൊണ്ട് തന്നെ ഏത് വിധേനയും രേവതിയോട് പ്രതികാരം വീട്ടണം എന്നൊരു വാശിയോട് കൂടി തന്നെ നിൽക്കുകയാണ് ആൻ്റണി. അതുകൊണ്ട് തന്നെ രേവതിക്ക് വേദനിച്ചാൽ അത്ര വേദന എടുക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും രേവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് സച്ചി. അതുകൊണ്ട് തന്നെ സച്ചിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേവതിക്ക് അതൊരു വേദനയായിരിക്കും. അതിനുശേഷം അവളും എന്നേക്കുമായിട്ട് തീർന്നോളുമെന്നൊക്കെ ആൻ്റണി തൻ്റെ ഗുണ്ടകളോടായിട്ട് പറയുന്ന നേരത്ത് ആന്റണിച്ചേൻ്റെ കയ്യിൽ എന്തെങ്കിലും സൂത്രപ്പണി ഉണ്ടോ എന്ന് ഗുണ്ടകളിൽ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആന്റണി പറയുകയാണ്, ഞാനൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സച്ചിയുടെ വണ്ടിയുടെ കീ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. അതിനുശേഷം അവൻ്റെ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് പൊട്ടിച്ചിടണം. പിന്നീട് അവൻ്റെ കാര്യം അതോടുകൂടി തീരുമാനമായിക്കോളും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് നമുക്കിങ്ങനെ താക്കോല് കിട്ടുമെന്ന് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആന്റണി തൻ്റെ കയ്യിൽ ആളുണ്ട്, അയാളെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ നേരെ വിളിക്കാൻ കേട്ടോ. ശ്രുതിയെ നേരെ വിളിച്ചതിന് ശേഷം തൻ്റെ ആവശ്യം പറയുന്ന നേരത്തെ ശ്രുതി ആദ്യം മടിച്ചു നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആന്റണി പറയുകയാണ്, നിന്റെയും ഏറ്റവും വലിയ ശത്രുവല്ലേ സച്ചി, അതുകൊണ്ട് തന്നെ അവൻ തീർന്നതിൽ നിനക്കും സന്തോഷമുള്ള കാര്യമല്ലേ, നിനക്ക് ലാഭമുണ്ട് എന്നൊക്കെ പറയുമ്പം ശ്രുതിക്കും അതിലൊന്നും ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ താൻ അവിടെ അല്ല എന്നും താൻ മറ്റൊരാളുടെ വീട്ടിലാണെന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നെ കൊണ്ട് അത് സാധിക്കും ശ്രുതി. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. നവീൻ ദാസ് ചികിത്സയെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനെ ഇനി കൈകാര്യം ചെയ്യണമെന്നാണ് നിനക്ക് എൻ്റെ ഹെൽപ്പ് കൂടിയേ മതിയാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് ചെയ്തു തരികയാണ്. തീർച്ചയായിട്ടും നവീൻ്റെ കാര്യം താൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി അത് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയെ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാമയാൻ്റെന് പോയി കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യം നടക്കുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭാമയ്ക്ക് ശ്രുതിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്, തന്നെ വീണ്ടും വീണ്ടും നുണ പറഞ്ഞ് പറ്റിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിനോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ശ്രുതി ഒരു കണക്കിന് ഭാമേനെ, ശ്രുതിയുടെ കയ്യിൽ ഒരുപാട് സൂത്രപ്പണികളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ ഭാമയൊന്നും മെരുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം പറയാണ്, ഭാമാൻ്റെ എനിക്ക് സച്ചിയുടെ താക്കോലൊന്ന് സംഘടിപ്പിച്ച് തരണമെന്ന് പറയുമ്പോഴത്തേക്കും നിനക്ക് എന്തിനാ സച്ചിയുടെ താക്കോലെന്ന് ചോദിക്കുന്നുണ്ട്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അന്ന് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ സമയത്ത് കുറച്ച് ഡ്രസ്സുകളും മറ്റും അവൻ്റെ ഡിക്കിയിലാണ് ഞാൻ വെച്ചത്. ഇപ്പം അവനോട് വെച്ച് ഞാൻ എൻ്റെ ആ ഒരു ഡ്രസ്സുകൾ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവൻ എനിക്ക് തരില്ല എന്നാണ് പറഞ്ഞത്. ഭാമാൻ്റെക്ക് അറിയാലോ അവൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ. എനിക്ക് എങ്ങനെയെങ്കിലും ആ താക്കോൽ സംഘടിപ്പിച്ചോണ്ടാ ഞാൻ ആ ഡ്രസ്സ് എടുത്തതിന് ശേഷം തിരികെ ആ സിറ്റൗട്ടിൽ തന്നെ താക്കോൽ വെച്ചിട്ട് തിരിച്ചു പൊക്കോളാം, ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല, ആർക്കും ഒരു സംശയം തോന്നുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കള്ളം പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിയുടെ കള്ളത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ ഭാമ വീഴുന്നുണ്ട്. ആദ്യമൊക്കെ ഭാമ മടിച്ചു നിൽക്കുമെങ്കിലും ശ്രുതി വേഗം പറയാണ്, എനിക്ക് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടിയില്ല എന്നാണ് ഭാമാൻ്റെക്ക് അറിയാലോ, ഞാനിപ്പോൾ എന്തും ചെയ്യാനുള്ള അവസ്ഥയിലാണ്, ഞാൻ ചിലപ്പോൾ തൂങ്ങി തന്നെ മരിച്ചേക്കാം. പിന്നെ മറ്റൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഞാൻ ഈ വീട്ടിലാണല്ലോ വന്ന് തൂങ്ങി മരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭാമാൻ്റെയെ കാണാനും സാധിക്കുമെന്നൊരു ചെറിയൊരു ഭീഷണി സ്വരത്തിലും കൂടെ ശ്രുതി പറയുമ്പോഴത്തേക്കും ഭാമ മനസ്സിനോട് തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഭാമയാണെങ്കിൽ ഇനി ഇതിനും പിന്നിൽ ഇവർക്ക് എത്ര സൂത്രപ്പണികളുണ്ടോ എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന വർഷ പുസ്തകം വായിച്ച് ഹാളിൽ തന്നെ കടന്നുറങ്ങുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. വർഷ ഉറങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമല്ല, എന്തായാലും മയങ്ങിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിലുള്ള പുസ്തകം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഭദ്രമായി തന്നെ കൈയൊക്കെ ചേർത്ത് വെച്ച് കടത്തുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി സംസാരിച്ച് വരുമ്പോൾ തന്നെ രേവതി പറയുന്നുണ്ട്, അച്ഛ ശബ്ദം ഉണ്ടാക്കല്ലേ, വർഷ ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ ഇരുവരും പതുക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര വർഷ കിടക്കുന്ന കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ ത്രിസന്ധ്യ നേരത്തെ വിളക്കത്തിക്കുന്ന നേരത്തെ ഇങ്ങനെ കടന്നിറങ്ങുന്നത്, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു എടിയെന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന സമയത്ത് രേവതി അമ്മയും മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. വേഗം തന്നെ രേവതി ചന്ദ്രയുടെ വാ പൊത്തിയതിന് ശേഷം അമ്മ ഒന്നും മിണ്ടായിരിക്കും, അവൾ നല്ല ക്ഷീണത്തിലാണ്, കടന്നുറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ വാ പൊത്താറായോ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാമ വന്ന് കോളിംബെല്ലടിക്കുന്നത് കേട്ടോ. ഭാമ കോളിംബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ വർഷ എഴുന്നേൽക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ രേവതി തലയിൽ കൈ വെച്ചിട്ട് എല്ലാം കുളമാക്കിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര വാതിൽ തുറക്കുന്ന സമയത്ത് ഭാമയെ കാണുമ്പോൾ നീ എന്താ പതിവില്ല ഈ ഒരു സമയത്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും താൻ വർഷയെ കാണാൻ വന്നതാണെന്ന് ഭാമ കള്ളം പറയുന്നുണ്ട്. അതിന് ശേഷം അകത്തേക്ക് ചെന്നിട്ട് വർഷയ്ക്ക് ഈ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോൾ നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കണം, മോളെ കാണാനാണ് ഭാമാൻ്റെ വന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി എവിടെയെന്ന് തിരക്കുമ്പോഴത്തേക്കും വേഗം തന്നെ ചന്ദ്ര രൂക്ഷമായി തന്നെ ഭാമയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി സച്ചിയേട്ടന് ഓട്ടം പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി എപ്പോഴാണ് വരുന്നതെന്ന് ഭാമ ചോദിക്കുകയാണ്. എന്താണ് നിനക്ക് പതിവില്ലാത്ത സ്നേഹം എന്ന് ചന്ദ്ര ചോദിക്കുന്ന നേരത്തെ ഒന്നുമില്ല, സച്ചിനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി എന്ന് മാത്രമെന്ന് ഭാമ വീണ്ടും കള്ളം പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരുപാട് ടൈമായിട്ട് സച്ചി വരാത്തത് കൊണ്ട് തന്നെയും ഭാമ പിന്നെയും ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി വരാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് എന്തെന്ന് സച്ചിനെ കാണുന്നത് നിർബന്ധമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എനിക്ക് സച്ചിയെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഭാമ വീണ്ടും മറുപടി പറയണേ. അങ്ങനെ ഒരുപാട് ലേറ്റായതിനു ശേഷം സച്ചി വരുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, ദേ നീ കാത്തിരുന്ന ആൾ വന്നെത്തിയിട്ടുണ്ട്, ഇനി കണ്ടല്ലോ, ഇന്നൊക്കെ പോകാമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചി വേഗം സംശയത്തോടെ തന്നെ ഭാമയെ
നോക്കുന്ന നേരത്ത് സച്ചേട്ടനെ കാണാൻ ഇത്ര നേരം ഭാമാൻ്റെ ഇരുന്നത് സച്ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് പതിവില്ലാത്ത സ്നേഹവും സംസാരമൊക്കെ കാണുമ്പോൾ നമുക്കൊരാളെ സംശയിക്കേണ്ടതുണ്ട് രേവതി എന്ന് സച്ചി മറുപടി പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മതിയായല്ലോ, നിനക്ക് നിന്റെ ഈ മോനെ കാണാഞ്ഞിട്ടല്ലായിരുന്നു സങ്കടം, ഇനി നിനക്ക് എഴുന്നേറ്റ് പോകാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭാമയൊന്ന് പരുകാണ്ട് അതെല്ലാം തന്നെ സച്ചി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഭാമയോടെ പറയാണ്, ഭാമാൻ്റെ ഇവിടെ ഇരിക്കും, ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ചായ എടുക്കാനായിട്ട് രേവതി അടുക്കളയിലേക്കും ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ഭാമ സച്ചി വെച്ചിരിക്കുന്ന താക്കോൽ എടുത്ത് കയ്യിൽ പിടിക്കുന്ന നേരത്താണ് ചന്ദ്ര തിരികെ വന്നിട്ട് ഭാമ എന്ന് വിളിക്കുന്നത്. ഒരു പരങ്ങളോട് കൂടി തന്നെ താക്കോൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഭാമ. ആ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.